പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 15 ദിവസത്തിന് ശേഷം ഞാൻ ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനൊരു സോളോ ട്രിപ്പ് പോകാമെന്ന്. അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ആ ലാസ്റ്റ് 2 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഞാൻ പറയാം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കാണുമല്ലോ. എത്ര നമ്മൾ നേരത്തെ എന്തൊക്കെ ചെയ്ത് വെച്ചാലും ലാസ്റ്റ് 2 മിനിറ്റ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ കാണുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബ വീടായ Z² മോളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്കത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണെന്ന് തോന്നിയത്. എന്നും കാണുമല്ലോ എന്തെങ്കിലും വാങ്ങിക്കാൻ. അപ്പം ഒരുമിച്ചൊന്നും ഒരു സാധനം നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റത്തില്ലല്ലോ ഒരുമിച്ച് എല്ലാം കൂടെ ഒക്കെ വാങ്ങിച്ച് വെക്കാനായിട്ട്. എന്നും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അങ്ങനെ ഇന്ന് പിന്നെ രാഴ്ചേണ്ടും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. അതായിരുന്നു മെയിൻ. ആ കാര്യം പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നെ നമുക്ക് മാക്കാൻ സ്പെൻസറിൽ ഒന്ന് കയറണമായിരുന്നു. അപ്പം നമ്മൾ മറ്റന്നാൾ ട്രാവൽ ചെയ്യാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ജിമ്മിലെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ തീർന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ റിന്യൂ ചെയ്തില്ല. അതുകൊണ്ട് ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ ജിമ്മിലും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഓർത്താണ് എൻ്റെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ഒരു 500 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞായിരുന്നല്ലോ, 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്ക് വേണമെങ്കിലും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്കൊരു ക്ലിക്ക് ചെയ്താൽ അതായത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കണം അല്ലെ എന്നെ ഹെൽപ്പ് ചെയ്യണം തോന്നുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആളുകളിലെ എന്താ പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. നമ്മളെ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ആദ്യം നിങ്ങൾ ആ കമൻറ്റ് കാണുമ്പോൾ ഇടത്ത് നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ആ ഓപ്ഷൻ അപ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് വേണം. ഞാൻ പിന്നെയും പരാതി പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് 497 സബ്സ്ക്രൈബേഴ്സിൽ കിടക്കുക. എനിക്കറിയാമായിരുന്നു ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ട് റെഗുലറായിട്ട് പോയിരുന്നെങ്കിൽ കൂടിയേനെ. അപ്പോൾ ഷോർട്സ് ഇട്ട് നിർത്തുക കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ല കേട്ടോ. അപ്പം ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നും തിരിയുന്നില്ലല്ലോ, ആകെപ്പാടെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായിരിക്കുന്ന ഒരു മലയാളിയാണ്. ബേസിക്കലി ഞാനൊരു കോട്ടയംകാരിയാണ്. ഞാൻ ഫിറ്റ്നസ്സും നമ്മുടെ പിന്നെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ. നമ്മുടെ സാധാരണ വീഡിയോസാണ് കേട്ടോ. സാധാരണ ഒരു ഹോം മേക്കറുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട്, പിന്നെ ഫിറ്റ്നസ്സും. അപ്പോൾ ഇന്ന് ഞാൻ ഇനി കാര്യം പറയാം. നമ്മൾ പോകുന്നതിനൊന്ന് അമ്പലത്തിൽ പോകണേ. അമ്പലത്തിൽ പോവുകയും വേണം. അവിടെ നമ്മൾ ചക്കേരി അയ്യപ്പ ടെമ്പിളിലാണ് പോകുന്നത്. അവിടെയാണ് ചേച്ചിയുടെ വീട്. അവിടെയുണ്ട്. ഇപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം രാജേഷേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ വരും. അപ്പോൾ നമ്മുടെ ലിയോ കുട്ടൻ തന്നെയാണല്ലോ. ലിയോയെ നമ്മളങ്ങനെ ഹോസ്റ്റലിലാക്കാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടൊരു ട്രെയിനർ ഉണ്ട്, വേണമെങ്കിൽ അയാൾ തന്നെ നോക്കുന്നുണ്ട്, വേണമെങ്കിൽ ആക്കാം. പക്ഷേ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ വരുവാണ്, അവനങ്ങനെ ഹോസ്റ്റലിൽ വിടണ്ട. അപ്പോൾ അമ്മ വരും. വൈകുന്നേരം ചേച്ചി വർക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് വരും, സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ കാര്യമുള്ളൂ. പിറ്റേ ദിവസം രാജേഷേട്ടൻ തിരിച്ചു പോകും എന്നെ ഡൽഹിയിൽ വിട്ടിട്ട്. എൻ്റെ രാത്രിയിലെ ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ രാജേഷേട്ടൻ എന്നെ വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ രാജേഷേട്ടൻ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് അതായത് നമ്മുടെ എന്താ പറയുക രാജധാനിയിൽ വെളുപ്പിനെ പോകണം കേട്ടോ നമ്മൾ. അത് ഞാൻ പറയാവേ. അപ്പോൾ ഞങ്ങൾ ഇത് ചക്കേരി അമ്പലത്തിൽ വന്നിട്ട്, ഈ അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. നമ്മൾ ബാക്കി നോർത്ത് ഇന്ത്യൻ എത്ര അമ്പലത്തിൽ പോയി തൊഴുതാലും നമ്മുടെ നാട്ടിലെ അമ്പലം എന്നുള്ള ഫീലിൽ ഇവിടെ തൊഴുന്നത് ഒരു ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മന്ത്ലി വൺസെങ്കിലും വരാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒക്കെ പറ്റാറുണ്ട്, ചിലപ്പം പറ്റാറില്ല. അങ്ങനെ അവിടെ നിന്ന് അമ്മയെ വിളിച്ചോണ്ട് അമ്മ പറഞ്ഞു ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല, ഇനി നമ്മളെവിടെ ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഇത് ചേച്ചിയാണ്. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിലൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ അറിയാമല്ലോ ആൾക്കാരൊന്നും അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റ് ഇനി എന്തൊക്കെയാണ് പാക്കിങ് ചെയ്യാനുള്ളത് ഞാനിങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഐറ്റം ബാഗിൽ എന്ത് വേണം. ഞാൻ ക്യാബിൻ ബാഗ് കൊണ്ടുപോകുന്നില്ല, കാരണം നമ്മൾ പിന്നെ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ. ഒറ്റ ഒരു ബാഗ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, പേഴ്സണൽ ഐറ്റം ബാഗ്. അതായത് നമ്മുടെ എസെൻഷ്യൽ സാധനങ്ങളൊക്കെ വേണമല്ലോ. അതിനകത്ത് ഞാൻ ക്യൂബ്സായിട്ടെല്ലാം പാക്കിംഗ് ക്യൂബ്സിൽ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ഇതാണ്. നമ്മളത് കാരണം എല്ലാം കൂടെ കുഴഞ്ഞു മറിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇൻഡിവിജ്വൽ, ഇത് നമ്മുടെ അതായത് കോസ്മെറ്റിക്സ്, പിന്നെ നമ്മുടെ ടോയ്ലറ്ററി കിറ്റ്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ അല്ലാതെ ഡ്രസ്സ്, ഒരു ദിവസം ഇടാനുള്ള ഡ്രസ്സും അത് ഞാനൊരു പാക്കിംഗ് ക്യൂബിനകത്തോട്ടാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗിനകത്ത് ഒരു ദിവസം ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ എന്തായാലും വെക്കുമല്ലോ. ഇത്രയും ലോങ് ഫ്ലൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അഴുക്കായെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ പാസ്പോർട്ട് ഹോൾഡറിനകത്താണ് ഞാൻ പാസ്പോർട്ടും
പാസ്പോർട്ടും പിന്നെ കാർഡ്സും അതൊക്കെ വെച്ചു. അങ്ങനെ ഒരു സിപ്പുള്ള ഒരു പാസ്പോർട്ട് കൊണ്ട് നമ്മുടെ ടിക്കറ്റും നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ അതിനകത്ത് വെക്കും സെക്യൂറായിട്ട്. പിന്നെ ഒരു ഡയറി ഞാൻ എപ്പോഴും കയ്യിൽ വെക്കും കേട്ടോ. പിന്നെ ഫോൺ നമ്പേഴ്സ് ഇല്ല, നമ്മൾ ഇപ്പം ഞാൻ പോകുന്നിടത്തെ ഫോൺ നമ്പേഴ്സ്, ഇവിടുത്തെ ഫോൺ നമ്പർ നമുക്കറിയാൻ മേലാത്ത നമ്പേഴ്സൊക്കെ എഴുതി, പിന്നെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതി, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഞാൻ കയ്യിൽ വയ്ക്കും. എങ്ങനെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് എപ്പോഴും റിട്ടേൺ എവിഡൻസ് നമ്മുടെ കാണണമല്ലോ നമ്മൾ എന്തെങ്കിലും, അതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് എഴുതി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ കാർഡ്സൊക്കെ ഇൻ്റർനാഷണൽ, അതായത് നമ്മുടെ എയർടെല്ലിൻ്റെ റീചാർജ് ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു നമ്മൾ 3 months പാക്ക് ഉണ്ട്. 3 months പാക്കിന് 6,000 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ സിം എടുക്കാം. പക്ഷേ എന്നാലും നമ്മുടെ ഇൻ്റർനാഷണൽ റോമിങ് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പം, കാരണം നമുക്ക് എന്തെങ്കിലും OTP, നമ്മുടെ ബാങ്കിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്സപ്പ് ഒന്ന് ഡിലീറ്റ് ആയി എന്ന് വയ്ക്കുക, അപ്പം നമുക്കൊന്ന് അത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് OTP വരണ്ടേ. OTP വരണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു സിം കാർഡ് ആക്ടിവേറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെയ്തു. അത് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്യാതെ പോയിട്ട് അച്ഛൻ ഗോപുവിൻ്റെ അടുത്ത് പോയപ്പോൾ ഇതുപോലെ വാട്സാപ്പ് ഡിലീറ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് അത് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ OTP കിട്ടുന്നത്, അതിൽ മാത്രമല്ല ബാങ്കിൻ്റെ കാര്യത്തിലും പ്രോബ്ലം വന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാനങ്ങ് ആക്ടിവേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയാം, ഞാൻ പോകുന്നത് US-നാണ് കേട്ടോ. ഗോപുവിൻ്റെ അടുത്ത് ആദ്യം പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു കേട്ടോ. അപ്പോൾ അത് കട്ടായതാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ US-നാണ് പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഷിക്കാഗോയിലായിട്ടാണ്. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ. ബാക്കി എനിക്ക് പറ്റുന്നത്ര ഞാൻ പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും. കാരണം അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ഇടണമെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ കുറച്ച് നമ്മൾ 15 ദിവസം ബ്രേക്ക് എടുത്ത് മാറ്റാനായിട്ട് നമ്മൾ റെഗുലർലി ഇനി വീഡിയോ ഇടും എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഇരിക്കുന്നുണ്ടോ, അതിനകത്ത് ഞാനൊരു മോക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. ഒരു ഹാൻഡ് മെയ്ഡ് ബാഗായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കും വൈറ്റും നല്ല രസമുണ്ട്. പക്ഷേ അവളുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആയതുകൊണ്ട് ഒരു മെറ്റാലിക് പിങ്കിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ കാണിക്കാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കും. ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിങ്ങനെ നോക്കും എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്ത്, എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ വല്ലതും അപ്പോൾ മറക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഈ TSAയുടെ റൂളൊക്കെ അനുസരിച്ച് ക്യാബിൻ ബാഗ്, അതായത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്തുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ കംഫർട്ട് ആയിട്ടൊരു ലോവറും ടീഷർട്ടും എന്നാൽ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സും ഒരു സ്ലിപ്പ് ഓൺ ടൈപ്പ് ഷൂസും നമുക്ക് ഊരേണ്ടി വരുമായിരിക്കുമല്ലോ അത്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ സീംലെസ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അങ്ങനെ കുറേ ട്രാവൽ എസെൻഷ്യൽസും ടോയ്ലറ്ററി ബാഗ് എപ്പോഴും ഞാനിങ്ങനെ ഈ ഹാൻഡിലുള്ളത് കേട്ടോ, അതായത് നമ്മുടെ വള്ളിയുള്ളത് വാങ്ങിക്കും. കാരണം അവിടെ നമ്മളിത് കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ തൂക്കിയിടാമല്ലോ, നമുക്കവിടെ വെക്കാനായിട്ട്. അഥവാ എന്തെങ്കിലും നീറ്റ്നെസ്സൊക്കെ കുറവാണെങ്കിൽ നമുക്ക് തൂക്കിയിടാം. അപ്പോൾ അതിനകത്ത് വെറ്റ് ടിഷ്യൂവും പിന്നെ നമ്മുടെ ഈ ട്രാവൽ പാക്കിനകത്താക്കി മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, സൺസ്ക്രീന്, അതൊക്കെ നമ്മൾ ചെറിയ 100 ml ഇതാക്കി മാറ്റി. കാരണം നമുക്കത് അലൗഡ് അല്ലല്ലോ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഇത് നമ്മൾ പേഴ്സണൽ ഐറ്റം ബാഗിനകത്ത് തന്നെ വെക്കാമെന്ന് വെച്ചു. പിന്നെ ബാക്കി വലിയ നമ്മുടെ ബാക്കി ലിപ്സ്റ്റിക്കും ഹെയർ ടൈസും നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട സാധനങ്ങളല്ല, അതെല്ലാം ക്യാബിൻ ബാഗിനകത്ത് ഇടാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് ഇസ്കോൺ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ദിവസം ഇസ്കോണിൽ വന്നതാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലും കുറവല്ലെന്ന് അറിയാം, പക്ഷേ ഇവിടുത്തെ ഒരുമാതിരി പൊള്ളുന്ന ചൂടാണ്. നമ്മുടെ നാട്ടിലെ ചൂടെന്ന് പറയുമ്പോൾ അതിനകത്ത് വിയർക്കും, ഇവിടെ വിയർക്കും കൂടെ ഇല്ലാത്തവർ നമ്മളിങ്ങനെ പൊള്ളുന്ന പോലെ തോന്നും, അത്രയ്ക്ക് ചൂട് കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയായിരുന്നു കാരണം ചൂട് കുറഞ്ഞതാണ്. ഇപ്പം 2 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്. അപ്പം നമ്മളിങ്ങനെ പതിവ് പോലെ പ്രദക്ഷിണമൊക്കെ വെച്ച്, ഇത് എൻ്റെ കോട്ട ഡോറിയുടെ ചുരിദാറാണ് കേട്ടോ. അന്ന് ഞാനിട്ട പിങ്കും അതെ ഇതും അതെ, കോട്ട ഡോറിയുടെ ചുരിദാർ. ഞാനിങ്ങനെ ഇവിടെ അതിന് ഞാനൊരു ക്രീം ലേസ് കയ്യിൽ മാത്രം വെച്ചിട്ടുണ്ട്, ഇതിന് ഞാനൊരു ബ്ലാക്ക് ലേസും വെച്ചിട്ടുണ്ട്. നല്ലതാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടോ ചൂടത്തിടാനായിട്ട്. ലൈനിങ് വയ്ക്കും, നല്ല തുണിയുടെ ലൈനിങ് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളത് പിഞ്ചി പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നല്ല സുഖമാണ്. എനിക്കത് സാധാരണ കോട്ടൺ ചുരിദാർ ഇടുന്നതിലും എനിക്ക് കോട്ട ഡോറിയുടെ ലൈനിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഈ പൂവിനത് രാജമല്ലി എന്നല്ലേ പറഞ്ഞ് നോക്കിയാൽ നല്ല ഉണ്ടായി നിൽപ്പുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. രാജമല്ലിയും തന്നെയല്ലേ ഇതിന് പറയുന്നത്, എനിക്കൊരു സംശയം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ലിയോയ്ക്ക് പെട്ടി പാക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ലിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പടി മൂഡ് ഓഫാണ്. ഇതിപ്പോൾ നമ്മുടെ AC സർവീസ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രാജേഷേട്ടൻ അതും കൂടെ ചെയ്യിപ്പിക്കുക. അപ്പം അവിടെ അവർ കുറച്ച് നേരം തണുക്കാനായിട്ട് ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ അവൻ അവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു കിടപ്പാണ് എപ്പോഴും ഭയങ്കര മൂഡ് ഓഫാണ്. അവനിങ്ങനെ അറിയത്തില്ലല്ലോ ആരാ പോകുന്നത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അമ്മേൻ്റെ രാജേഷേട്ടനൊക്കെ ഉണ്ടല്ലോ, അവൻ എൻ്റെ പുറകെയല്ലേ ഫുൾ ടൈം എൻ്റെ കൂടെയാണ് അവൻ നടക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ എന്തായാലും പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റേതായ ഒരു മൂഡ് ഓഫ് ഉണ്ട്. നമ്മൾ താഴത്തെ എല്ലാ മുറിയിലെയും AC അത് എനിക്ക് തോന്നുന്നു ഒരു AC ചെയ്യാൻ തന്നെ 45 മണിക്കൂർ, അത് 3-4 മണിക്കൂർ അങ്ങനെ പോയി കേട്ടോ. അതെല്ലാം ഇരുത്തി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കുമായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ തളർന്നു പോയി കേട്ടോ. ഈ ചൂടത്ത് പോയിട്ട് വന്നാൽ ഭയങ്കരമായിട്ട് തളർന്നു. അപ്പം നമുക്ക് വിഷുവിന് വെക്കാനൊരു മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മാങ്ങാപ്പഴം വെച്ചിട്ട് ഞാൻ പഴമാങ്ങ പുളിശ്ശേരി വെച്ചു. പിന്നെ അമ്മയുടെ ഇൻവെൻഷൻ പോലെ മുരിങ്ങക്കോല് കുറേ മുരിങ്ങക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അത് ചീകി എടുത്തിട്ട് എന്നിട്ട് തോരൻ വെച്ചു, ചമ്മന്തി, മാങ്ങാക്കറിയും പിന്നെ തൈരും. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണെന്ന് വരച്ചുകൊണ്ട് ഇത് ഞാൻ ഭയങ്കരമായിട്ട് അമ്മ നല്ല അടിപൊളി ഇത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇരുന്ന് കഴിക്കാം. രാജേഷനെ വിളിച്ച് രാജേഷൻ ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ചെങ്കിലും ഇത് കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് അങ്ങോട്ട് വയറുവേദന എടുത്ത് എൻ്റെ സ്റ്റൊമക്ക് അപ്സെറ്റായി, ലൂസ് മോഷൻസും പിന്നെ വൊമിറ്റിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കരമായിട്ട് ഞാൻ വൊമിറ്റ് ചെയ്ത്. എനിക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനങ്ങ് പേടിച്ചു. രാജേട്ടൻ പറയും അപ്പം ഇത് ഭയങ്കരമായിട്ടങ്ങ് ഛർദ്ദിച്ചു. എനിക്ക് തോന്നുന്നു ഇതങ്ങ് സൂട്ട് ചെയ്യാഞ്ഞാണോ അതോ മുരിങ്ങയ്ക്ക് അഴുക്കായിരുന്നാണോ എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. പിന്നെ ഞാൻ ഓണ്ടം കഴിച്ചു, റെഡോട്ടിൽ കഴിച്ചു, എൻട്രോജെർമിന കഴിച്ചു. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് പ്രിസ്ക്രൈബ് ചെയ്ത് ORS എല്ലാം കുടിച്ചു. ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ വയ്യാത്ത പോലത്തെ ഛർദ്ദിൽ. പിറ്റേ ദിവസം വെളുപ്പിന് 5:30 നമ്മുടെ ട്രെയിൻ ഡൽഹിക്ക്. ആ ഒരു സമയത്ത് ഞാനതിന് രാജേഷേട്ടൻ കണ്ട് വഴക്ക് പറഞ്ഞ ഈ സമയത്ത് ഇത് അറിയാൻ മേലാത്ത ഫുഡ് കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജേഷേട്ടൻ കഴിച്ചില്ല കേട്ടോ. അത് കാരണം രാജേഷേട്ടന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്തായാലും ഈ എമർജൻസി ആയിട്ട് മരുന്നൊക്കെ കഴിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ശരിയായി കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് രാവിലെ ഡൽഹിക്ക് പോകാനായിട്ട് വന്നു. ഇത് നമ്മുടെ രാജധാനിയാണ്. രാവിലെ 5:20 ഇവിടുന്ന് രാജധാനി. അപ്പോൾ ട്രെയിനൊക്കെ വന്നു. നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് അത് നമ്മൾ ഓടി ലേറ്റായി കേട്ടോ വരാനായിട്ട്. അതായത് 5:15 5:20 ഡിപ്പാർച്ചറായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5:15 വരും, 5:20 ഡിപ്പാർച്ചർ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5:10 11 കഷ്ടമുഷ്ടിയാണ് കേട്ടോ വന്ന് കയറി. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി സെക്കൻഡ് AC ആയിരുന്നു. രാവിലെ വെളുപ്പിനായതുകൊണ്ട് കുറച്ച് നേരം നേരെ കിടന്നങ്ങ് ഉറങ്ങുക അല്ലാതെ പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ചായ പറയുന്നത് കേൾക്കുമ്പോൾ എഴുന്നേൽക്കുമല്ലോ. അങ്ങനെ എഴുന്നേറ്റ് ഞാനിങ്ങനെ അപ്പോൾ ഒരു ക്ഷീണമാണ് എനിക്ക് ഭയങ്കരം. പക്ഷേ എന്തായാലും നമ്മൾ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. കുറേ നേരം ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് നോക്കി. വെളിയിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല വെളിയിൽ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ സുന്ദരമായ കാഴ്ചകളൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചെയ്യാനുള്ള 2 കാര്യം. ഒന്നല്ലേ ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുക. എന്തായാലും ചില സമയത്തൊക്കെ ആകുമ്പോൾ സിഗ്നൽ കിട്ടത്തില്ല. ഫോൺ നോക്കുക, കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇത് തന്നെ ഫ്ലൈറ്റിൽ പിന്നെ നമുക്ക് ഫോൺ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനങ്ങളല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആഹാരമൊക്കെ അതായത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാനായിട്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ച് എനിക്ക് വിശക്കുന്നുണ്ട് നോക്കിയിരിക്കുമായിരുന്നു. വെജ് एक वेज एक नॉन वेज. ये नॉन वेज है इधर? नहीं इनका ये आपका है नॉन वेज दे रहे हैं. 17 नंबर. ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. 2 ബ്രെഡ്, അതായത് പ്ലെയിൻ ബ്രെഡ്, ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡും ബട്ടറും. പിന്നെ വെജ് മീലിനകത്ത് നമുക്ക് ഉപ്മാവ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാംഗോ ജ്യൂസ്, അത് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ്. പിന്നെ ഒരു സോസ്, പിന്നെ ചായയുടെ നമ്മുടെ ടീ ബാഗും. ഇത് നമ്മുടെ ഉപ്മാവായിരുന്നു കേട്ടോ, റവയുടെ ഉപ്മാവായിരുന്നു. നോൺ വെജിറ്റേറിയനകത്ത് ഇതിനകത്ത് ഈ ഉപ്മാവിൻ്റെ സ്ഥാനത്ത് ഓംലെറ്റ് വരും. അതാണ് കേട്ടോ വ്യത്യാസം. പിന്നെ നമുക്ക് ചായയുടെ സാഷി ഉണ്ടായിരുന്നു, അത് ടീ ബാഗ് ഉണ്ടായിരുന്നു, പഞ്ചസാര, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് എന്തായിരുന്നു ഡയറി അതായത് പാൽപ്പൊടി ഉണ്ടായിരുന്നു. ഇത് കണ്ടോ നോൺ വെജിനകത്ത് ഇതാണ് കേട്ടോ നമ്മുടെ
ഓംലെറ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഡൽഹി എത്താറാവും കേട്ടോ. കാരണം വെളുപ്പിന് 5:20 കയറി 10:50 ആകുമ്പോഴത്തേനും നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകും. ഏർലി ചെക്ക് ഇൻ ചോദിച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ അല്ലെങ്കിൽ ചെക്ക് ഇൻ 2 മണിക്കാണല്ലോ. ഏർലി ചെക്ക് ഇൻ ചോദിച്ചിട്ടുണ്ട്, അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനമൊക്കെ വെച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. വൈകുന്നേരം രാത്രിയിലാണല്ലോ എൻ്റെ ഫ്ലൈറ്റ്, അപ്പോൾ റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക. പിന്നെ കുറച്ച് എനിക്ക് എൻ്റെ ബാഗിൻ്റെ ഒരു ബാഗും കൂടെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു. അതായത് എൻ്റെ ഷോൾഡർ ബാഗ്, ഞാനിവിടെ നിട്ടുകൊണ്ട് പോയ ബാഗ്, അതിൻ്റെ ഒരു പുതിയ ബാഗായിട്ട് ഒരു ലെതർ ബാഗ്, അതിൻ്റെ ആ പിന്നങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് മാറി എന്നാൽ വേറൊരു ബാഗ് വാങ്ങിക്കണം. അങ്ങനെ നമുക്ക് കനോട്ട് പ്ലേസിൽ തന്നെയാണ് നമ്മൾ ഹോട്ടൽ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കനോട്ട് പ്ലേസിൽ കൂടെ നടക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സംഗതിയാണല്ലോ. അങ്ങനെ നടന്ന് അതൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ചായയുടെ ഇത് കൊണ്ട് വെച്ചു, വെള്ളം. രണ്ടാമതൊരു ചായയും കൂടെ കിട്ടി. ആദ്യം എനിക്കൊരു ബ്ലാക്ക് ടീ കണ്ടു. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ നമ്മുടെ ടീ ബാഗ്. അപ്പോൾ ഞാനൊരു കോഫി പൗഡർ വാങ്ങിച്ചു കേട്ടോ. കോഫി പൗഡർ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പുമാവും കൂടെ ഒന്ന് കഴിക്കാൻ നോക്കി. കഴിക്കാൻ പറ്റുന്നില്ല, എന്നാലും ഒരു ബ്രെഡ് ഞാൻ കഴിച്ചു കേട്ടോ. ഇത് ബട്ടർ വരട്ടെ. പിന്നെ കുറച്ച് 2 സ്പൂൺ ഉപ്പുമാവും കഴിച്ചു, കോഫി പകുതി കുടിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റിൽ നിന്ന് ഇതിപ്പം കുഴിച്ചിട്ട് ഇപ്പം ഇന്ന് പ്രോബ്ലം ഒന്നും ഇല്ല, എന്നാലും ഞാനൊന്നും കഴിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അപ്പോഴേ ഇപ്പം എനിക്ക് മതിയായി, വയ്യാതായി അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കിച്ചടിയാണ് കഴിച്ചത്. ദാൽ കിച്ചടി റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഓർത്തു, അത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് നന്നായിട്ട് തൈരൊക്കെ ഒഴിച്ച് അത് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ബെറ്റർ ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കെന്നാൽ വൈകുന്നേരം എന്നാൽ വെളിയിലോട്ട് ഇറങ്ങാമെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ടാഗ് വാങ്ങിക്കണമായിരുന്നു, നമ്മുടെ പെട്ടിയിൽ സൂട്ട് കേസ് ടാഗ്, പിന്നെ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ആ ടെമ്പേർഡ് ഗ്ലാസ് ഒന്ന് മാറ്റി ഒട്ടിക്കണം, പിന്നെ നമ്മുടെ ബാക്ക് പാക്ക് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിപ്പോയത്, അത് വാങ്ങിക്കണം. വേറൊരു ബാഗ് അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് വെച്ചു. ഞാൻ ഓർത്തു അതിന് നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ അത് പിന്നെ എന്നും തിരക്കാണല്ലോ. തിരക്ക് ഒരു വിധത്തിലൊരു ക്യാബ് ബുക്ക് ചെയ്ത് അതിനകത്തോട്ട് ക്യാബ് വരത്തുമില്ല. അങ്ങനെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഒരു ക്യാബൊക്കെ കിട്ടി, അത് പിടിച്ച് ഒക്കെ ഹോട്ടലിലെത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് വൈകുന്നേരം കനോട്ട് പ്ലേസിൽ ഇതെനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് വേറൊരു എനർജി കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇതിലെ കൂടെയുള്ള നടപ്പ് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ വൈകുന്നേരം സമയമായേ, അത്ര ചൂടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടക്കാനിറങ്ങി. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഒരു 7:30-8 മണിയാകുമ്പോഴത്തേന് ഇറങ്ങിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ അതിലൂടെ വെറുതെ കുറച്ചിങ്ങനെ നടന്ന് ഒന്ന് നമ്മൾ ഇരുന്നിരുന്നും മടുത്തില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് നടന്ന് പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചിങ്ങനെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, രാജേട്ടൻ ചോദിച്ചു നമുക്ക് ഡിന്നറായിട്ട് വല്ലതും, അതായത് നല്ലതായിട്ട് ഹെവി ആയിട്ട് വല്ലതും കഴിക്കണോ? ഞാൻ പറഞ്ഞു ഹെവി ആയിട്ട് നമുക്ക് കഴിക്കണ്ട, നോർമലായിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ ഈ സൂട്ട് കേസ് ടാഗ് കിട്ടിയില്ല കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, അത് കിട്ടില്ല. പിന്നെ ഞാനോർത്ത് പേര് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റും. കുറച്ച് അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങിക്കണം, പ്രോട്ടീൻ ബാറും പെപ്പർമെൻറ്റും അതൊക്കെ വാങ്ങിച്ചു. ഇത് ലിവൈസിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, അതിനകത്തുകൂടെ അകത്ത് കയറി അങ്ങ് പോകാൻ കേട്ടോ. അതിനകത്ത് ചുറ്റും പിന്നെ നല്ലൊരു രസമുള്ളൊരു ഫോട്ടോ ബൂത്തും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും പുതിയത് കാണും കേട്ടോ. ഡൽഹി ഒരു വൈബ് തന്നെയാണല്ലോ. ചുമ്മാ അതാണ് പിള്ളേർക്കൊക്കെ ഡൽഹി പോയി പഠിച്ചിട്ട് തിരിച്ചു വരാൻ ഇഷ്ടമുള്ളത്. മോന് ഡൽഹിയിൽ നിന്ന് ആദ്യം ഡൽഹിയിൽ 1 വർഷം നിന്നായിരുന്നു അവനെ. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ സംബൽപൂരിൽ IIM കിട്ടിയത്. അവനിപ്പോഴും പറയാം എനിക്ക് ആ 1 വർഷം നിന്ന് എന്ത് രസമായിരുന്നു. ഡൽഹിയിലെ ലൈഫ് പിള്ളേർക്കല്ല ആർക്കാണ് ഭയങ്കര വൈബല്ലേ, നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അതൊരു ബിസ്ട്രോ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും, ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു, രാജേട്ടനൊരു എന്തായിരുന്നു പറഞ്ഞ റാപ്പും പറഞ്ഞു, നോൺ വെജ് ചിക്കൻ റാപ്പും പറഞ്ഞു. പിന്നെ ഒരു നമ്മുടെ മിൻറ്റ് ലൈമല്ല, ഞാൻ പറഞ്ഞത് മിൻറ്റ് മാംഗോ എന്ന് പറഞ്ഞു. രാജേട്ടൻ്റെ മിൻറ്റ് വാട്ടർമെലനും പറഞ്ഞു. അപ്പോൾ കുറേ വെള്ളം എന്തായാലും അകത്ത് ഇല്ലട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഫ്രൈസ് ആകുമ്പോഴത്തേനും നോർമൽ ഫ്രൈസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ റാപ്പും, അതായത് ഇതാണ് മിൻറ്റ് ലൈം വന്നപ്പോൾ എനിക്കൊന്ന് ഒരു 1/2 ലിറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. ഇത് എൻ്റെ മാംഗോ മിൻറ്റ് ലൈമായിരുന്നു. മാംഗോ മിൻറ്റ് ലൈമല്ല, മാംഗോ മിൻറ്റ്. ഇത് മറ്റത് വാട്ടർമെലൻ മിൻറ്റ്. നല്ലതായിരുന്നു കേട്ടോ, നല്ല റിഫ്രഷിങ് ആയിരുന്നു അത് കുടിച്ചപ്പോൾ ഈ ചൂടത്ത്. അങ്ങനെ പെരി അല്ല, നോർമൽ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് അത്ര ഗുണമൊന്നുമില്ലായിരുന്നു. എത്രയായാലും നമ്മുടെ മാക്ഡൊണാൾഡ്സിലെയൊക്കെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്ര നല്ലല്ലായിരുന്നു കേട്ടോ. എനിക്കും ഫ്രഞ്ച് ഫ്രൈസ് ഏറ്റവും ഇഷ്ടം മാക്ഡൊണാൾഡ്സിലെ തന്നെയാണ്. അതിനകത്ത് അതിൻ്റെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അവരുടെ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇത് കൊള്ളായിരുന്നു സാധനം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇനി ബാക്കി വിശേഷം, അതായത് നമ്മൾ എയർപോർട്ടിലെത്തി ബാക്കി വിശേഷമൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.
ഒന്നും കൂടെ പറയണേ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത വന്നിട്ട്